സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്. അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലൂടെ സ്വാഗതം. സോ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് പുതിയൊരു ഗെയിം ഇറ്റാൻ. ഗെയിമിൻ്റെ പേര് ഗോട്ട് സിമുലേറ്ററിൻ്റെ തന്നെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഗെയിം കളിക്കുന്നത്. ഈ ഒരു ഗെയിമിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആടാണല്ലോ, നമ്മൾ വേഗം പോയിട്ട് ഈ സിറ്റിയൊക്കെ ഫുള്ള് അടിച്ച് പൊളിക്കാൻ പോകണം. ആരെയും നമ്മൾ വെറുതെ വിടില്ല. എന്തിന് നമ്മുടെ കൂടെയുള്ള ഇവനെ പോലും നമ്മൾ വെറുതെ വിടില്ല കേട്ടോ. അതൊക്കെ എടുക്കണോന് തെറിച്ചു പോയി മതിൽ മത പറ്റി പിടിച്ചെടുക്കണ്. നമ്മളെ നോക്കണം, നമ്മുടെ കൂട്ടിക്ക് നോക്കും. ഇവനാരാ പോടാ. നിൽക്കണ നോക്കും, അവൻ്റെ പകുതി മതിലിൻ്റെ ഉള്ളിലാണല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവാം. എന്നിട്ട് ഇവിടെയൊക്കെ ഫുള്ള് നമുക്ക് ഈ നാട് ഫുള്ള് അടിച്ച് പൊളിക്കാനുള്ളതാണ്. നമുക്ക് ഈ ലോറിൻ്റെ കുത്തി മറിച്ചിട്ടാലോ. എന്നിട്ട് ചത്തിട്ടില്ല. ഓട് നോക്കത്. നമുക്ക് എങ്ങടേലും പോകട്ടോ. അത് റോഡ് നക്ക്. ഇവനൊക്കെ എന്ത് റോഡിൽ? ഇവൻ നമ്മുടെ ആളല്ലേ. ഇങ്ങോട്ട് വാ വരുന്നേ. നമുക്കിന്ന് ചാടി നമുക്ക് ചാടി കളിക്കാനൊക്കെ പറ്റും. ചാടി അതാ മറ്റോനാ വരുന്നത് നമ്മുടെ കൂടെ. 5 minutes later. ഫസ്റ്റ് ചെറുതുമ്മ കൂടെ പോവാം, എന്നിട്ട് നമുക്ക് വലുതുമ്മ പോവാം. അതായിരിക്കും നല്ലത്. ഓടിക്കോ. അടിപൊളി. കറക്റ്റ് ആ സാധനത്തിൽ തട്ടിയിട്ട് തെറിച്ച് വരണേന്ന്, എന്നാലും ഒരു പവർ ഉണ്ടാവുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ വലിയ സ്ലൈഡ് പോകുമ്പോൾ ഒരു സാധനം എടുത്തിട്ട് പോവാം. ഈ ചെയറിൻ്റെ എടുക്കാം. അത്രേ ഉള്ളൂ. ഒരു ബെഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെടുത്തിട്ട് വേഗത്തിൻ്റെ മേലേക്ക് പോവാം. ഓടിക്കോ. എന്നിട്ട് നമുക്ക് ഈ ബെഞ്ച് എന്നിട്ട് ആകാശത്ത് തന്നെ അടിയിക്കിടാം. ഓട്ടെ. എന്തപ്പോൾ ഉണ്ടായി? ആകെ കുളമായി. കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി പോയി വെക്കാം. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും റെഡിയാക്കും. അത്രേ ഉള്ളൂ. നമ്മൾ വീണ്ടും മേലെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് ഇനി ഇവിടുന്ന് ചാടി വെക്കാം. ഓട്ടെ. പോണം നമ്മള്. നമുക്ക് ഇന്ന് നമ്മൾ ഒബ്ജക്റ്റീവ് ഒന്നും ചെയ്യണില്ല. കാരണം ഇന്ന് നമുക്ക് ജസ്റ്റ് ഈ സ്ഥലമൊക്കെ ഒന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ സ്ഥലത്ത് എന്തൊക്കെ ഉണ്ട് എന്നിങ്ങനെ നോക്കിയിട്ടേ. 2 ചങ്ങായിമാരവിടെ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഭക്ഷണം ഫുള്ളുണ്ട് കൊളാക്കാം. അത്രേ ഉള്ളൂ. ഓരങ്ങനെ സംസാരിക്കണ്ട. അത്രേ ഉള്ളൂ. നിങ്ങൾ ഫുഡ് കഴിക്കണ്ട. ഞാൻ ഈ ടേബിൾ ഏറ്റാണ്ട് പോവുകയാണ്. ആ ടേബിൾ അവിടെ കുടുങ്ങിയില്ലോ. ഇത് വിട്ടേ. ഓക്കെ, നമ്മൾ ഫുള്ള് കൊളാക്കി. എന്താ ലേസ്? നമുക്ക് ലേസ് എടുക്കാം. ഒരു ലേസിൻ്റെ ഇടയ്ക്ക് വേണം ലേസ്. ബാബാ ലേസ് എടുക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ ആ വീട്ടിൽ നിന്ന് ലേസും കട്ടെടുത്തിട്ട് ഓടുകയാണ്. മോനെ, നമ്മൾ ആരെയും ജീവിക്കാൻ സമ്മതിക്കൂല. അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ആടിൻ്റെ ഒരു ചിഹ്നം നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് പലതരം ആടുകളുണ്ട് കേട്ടോ. ഇതിനൊക്കെ നമുക്ക് ഇപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ജെറ്റ് പാക്ക്. ഇതെന്താണ്? ഇത് ആടനാണ്. പെൻഗ്വിനുണ്ട്. പിന്നെ മുട്ടേന്ന് വിരിയാത്തൊരു കോഴിയുണ്ട്. പിന്നെ എന്താ ഗോട്ട് ക്യൂന. ഇതെന്താ? സമൺ പെസൻസാ. എന്തൊക്കെ സംഭവം? ജെറ്റ് പാക്ക് മതി നമുക്ക്. അവിടെ നമുക്ക് ഇപ്പം തന്നെ കിട്ടൂട്ടോ ഇതൊക്കെ. പവർ ഉപയോഗിക്കാൻ പറ്റൂതാ. ഇതാ പോണം നമ്മൾ. അയ്യോ, ജെറ്റ് പാക്ക് നമുക്ക് ഇവനൊക്കെ അടിച്ചിടാൻ പറ്റുമോ നോക്കാം. പക്ഷെ ഇത് നമ്മുടെ കൺട്രോളിൽ നിൽക്കണില്ലല്ലോ. ഇതെന്താണ്? അടിച്ചിട്ടോ. എടാ, നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന സാധനമല്ല കേട്ടോ. എടാ കണ്ടാ, ഓരോന്നും ഇടിച്ചിടാൻ പറ്റണില്ല. അത് മാറ്റാം. സ്പൈഡർ കോട്ട്. അയ്യോ, അത് പൊളിക്കും. സ്പൈഡർ കോട്ടിന് എന്താ ഒരു വല ഇടാൻ പറ്റുമോ? അയ്യോ, പറ്റൂട്ടാ. മോനെ, നമുക്ക് വല വിട്ടിട്ടൊക്കെ ഇങ്ങനെ പറന്നിങ്ങനെ പോവാ. എടാ നോക്ക്, ഒരുത്തവിടെ നിന്ന് കാലാട്ടിന്. നമുക്ക് ഓനെ പോയിട്ട് തള്ളിയിടാം. അവൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കല്ലേ. ഓക്കെ, ഒരു മിനിറ്റ്. എത്തി. വിട്ടോ. മതി. ഓക്കെ,
നമ്മളെന്തായാലും ഇതിൻ്റെ മേലേക്ക് എത്തിയിട്ടുണ്ട്. ആ ചെങ്ങായി അവിടെ. എന്തായാലും സുഖം, കാല് കാട്ടി ഇങ്ങനെ ഇരിക്കുക. ഇവരെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുക തോന്നുന്നുണ്ട്. ആത്മഹത്യയൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ ഇവരെ സമ്മതിക്കൂല. പകരം നമ്മൾ തന്നെ ഇവരെ കൊല്ലും. ഓക്കെ, നമ്മൾ വല ഇട്ടിട്ടുണ്ട്. നമുക്കിനി അവിടെ കോണുണ്ടായിരുന്നു, പിന്നെ നമ്മൾ വല ഇടേണ്ട ഒരു ആവശ്യമില്ല. നമുക്കൊരു കാര്യം, നമുക്ക് ഈ കോണി കയറാൻ പറ്റുമോ നോക്കാം. കയറാൻ പറ്റും. നമുക്ക് എന്തായാലും മേലേക്ക് പോവാം. ഇതിന് തല കിടന്ന് കളിക്കണുണ്ടോ? എന്തൊക്കെ ആവുന്നുണ്ട്. നമ്മൾ മേലേക്ക് എത്തിയിട്ടാ. നമ്മൾ മേലേക്ക് എത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് വല ഇടഞ്ഞ്. വേണ്ട 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 നമ്മൾ അടിക്കുള്ളൂ. മോൻ ഇതാണപ്പം നമ്മുടെ സ്ഥലം. അയ്യോ പോയി. ആരാണാ പറന്നു പോണ്? ആ സാധനം നമുക്ക് കിട്ടുമോ? അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ ആദ്യം ഇതിൻ്റെ മേലെ ഒന്ന് കയറട്ടെ. ഒരു കാര്യം, നമുക്ക് ഇതിൻ്റെ മേലെ കയറ്റി ജെറ്റ് പാക്ക് ഇട്ടിട്ട് പറക്കാം. അത് പൊളിക്കും. ഞാൻ എന്തായാലും മേലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തി എത്തി എത്തി. എടോ, ഇതെന്തൊരു കഷ്ടമാണ്. അടങ്ങ്. ഓക്കെ, ആകെ എടുക്കുന്നു. ഇതാണ് പ്രശ്നം. ഈ ആടിന് കുറച്ച് സ്പീഡ് കൂടുതൽ. ഇനി മുതൽ നമ്മൾ കുറച്ച് പതുക്കെ കയറാൻ പാടുള്ളൂ. ഒന്നുകൂടി നമുക്ക് മേലെ കയറി വെക്കാം. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും വീഴൂല. ഇതിൻ്റെ മേലെ കയറി നമുക്ക് മറ്റോൻ്റെ ആ പറക്കണ ചെങ്ങായുടെ മേത്തേക്ക് വല വിടാൻ നോക്കാം. അങ്ങനെ ഉണ്ടാവും, പൊളിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ അങ്ങനെ നിൽക്കാം. അവൻ എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ റൗണ്ട് അടിക്കണമെന്ന് ഇതിൽ കൂടെ. പിന്നെ മേത്തേക്ക് ഇനി ഇടാൻ പറ്റുവാണാവോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റി. ഇവിടെ വലിയ കാര്യമായിട്ട് ബിൽഡിംഗ് ഒന്നും ഇല്ല. ഇത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലുത്. പിന്നെ അവിടെ ഒരു വീടുണ്ട്. അവിടെ നമ്മൾ നേരത്തെ പോയിട്ട് അവരെ ടേബിളൊക്കെ അടിച്ചു മാറ്റാൻ നോക്കിയത്. നമുക്ക് ഈ വീട് പണിക്കുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ നോക്കണം. ഇനിയും കയറാൻ പറ്റൂട്ടാ. കയറി അത്രയുള്ള നമ്മൾ ഏറ്റവും മേലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജെറ്റ് പാക്ക് എടുക്കാം. ഇവൻ്റെ മേത്തേക്ക് നമുക്ക് ഇവിടുന്ന് ചാടാൻ നോക്കാം. താഴെ ഒരു മിനിറ്റ്, ജെറ്റ് പാക്ക് അവിടെ. അതാ അത്ര നമുക്ക് പറക്കഞ്ഞ് ഇവിടുന്ന് 3, 2 അല്ലെ ഇവനെ മറ്റേ ഗ്ലൈഡർ എടുത്തെത്തട്ടെ. നമുക്ക് ഓൻ്റെ കൂടെ പറക്കാൻ പറ്റുമോ നോക്കാം. ഓൻ ഇങ്ങനെ വരും. ഓനപ്പം ഇങ്ങനെ കറങ്ങും. ഇവിടുന്ന് അങ്ങനെ പോവാണ്. ഒക്കെ ഓൻ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളപ്പോൾ പോയി പോണോന്. അതാ, പക്ഷെ നമ്മൾ നിലം പതിച്ച് പോണ്. അയ്മലാൻ്റെ അയ്യോ പോണ്. എടുക്കണ്. നൈസ്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും നമ്മൾ എവിടുന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ നമ്മൾ വന്ന് എത്തിയിട്ടുണ്ട്. തോന്നുന്നു ഇതാണ് നമ്മുടെ വീട്. കണ്ട, നമുക്കതിൻ്റെ ഏറ്റവും മേലെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ഒരു മിനിറ്റ്, നമ്മൾ ആദ്യം നമുക്ക് സാധാവാം. അല്ല വേണ്ട, നമുക്ക് ജിറാഫാക്കി ആയിട്ട് നോക്കാം. ജിറാഫ് എവിടെ? ജിറാഫായി നോക്കാം നമുക്ക്. കണ്ട, നമ്മുടെ സീൻ തന്നെ കേട്ടാ. നമുക്ക് ഇനി ഇതിൻ്റെ മേലൊക്കെ സുഖമായിട്ട് കയറാം. കയറി തലക്കൊന്നും ഇവനൊന്നും ഒരു ആരോഗ്യമില്ലല്ലോ. ഈ ഹൈറ്റ് മാത്രമേ ഉള്ളൂ, ആരോഗ്യമൊന്നുമില്ല. ഫ്ലാഷ് ബാക്ക്. ഈ ഹൈറ്റ് മാത്രമേ ഉള്ളൂ, ആരോഗ്യമൊന്നുമില്ല. എൻ്റെ മോനെ നമ്മളാ കാറിനെ പോയി അടിച്ച് പൊട്ടിച്ച്. നമുക്ക് ലോറിനെ അടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. ലോറി വരട്ടെ. ലോറി ഓടുന്നു. നമുക്ക് അതിൻ്റെ ബാക്കി പോയി. ഒരു ബസ്സെല്ലാം ഇവിടെ നിൽക്കണം. നമുക്ക് ലോറിനെ അടിക്കാം. 3, 2, 1. അതാ മാറ്റിക്കേ. പോവാ. അപ്പം ഇതാണ് നമ്മുടെ വീട്. ഇതല്ല അത്, ഈ ടവറുമായുള്ള സംഭവം. ഇവിടെ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം എന്താ സംഭവം എന്നറിയാലോ. വരാണെങ്കിൽ ഒടുക്കത്തെ സ്പീഡ്. ഒരു മിനിറ്റ്, പതുക്കെ. ഓക്കെ, ഇപ്പം നമ്മളെന്തായാലും മേലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ടേ ഇതിൻ്റെ ഉള്ളിൽ കയറാം. അതാ ഇതേത് സ്ഥലവും
എല്ലാവരും കറക്റ്റ് ലൈനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഓനക്ക് മാത്രം എത്ര വലിയ പ്രശ്നമോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇപ്പം നമുക്ക് തീയിലിടാം. കേട്ടോ, അവിടെ ഇരുന്നാൽ മതി. നമ്മൾ വീണ്ടും ഇതിന് ഇങ്ങോട്ട് വരും. എനിക്ക് അവിടെ ഫുള്ള് നോക്കണം. ഇവന്മാരെ കൊണ്ട് ഒരു നമുക്കിനി വേറെ ആരെങ്കിലും അയക്കാം. റിപ്പിഡ് ഗോട്ട്. ഇവനുണ്ടോ ഫുൾ മസിലൊക്കെ ആയിട്ട് നമുക്ക് ജിമ്മിനായുള്ള ഗുണം എന്താ? ഈ ലോറിനൊക്കെ നമുക്ക് ഇനി അടിച്ചിടാൻ പറ്റും നോക്കാം. ഫുൾ മസ്കുലറായി നമ്മൾ. ഇനി നമുക്ക് ആ ലോറി നമ്മൾ അടിച്ചിടും, അത്രേ ഉള്ളൂ. അവിടെ വല്ല കഴിവുണ്ട് എനിക്ക്? ഇത്ര മസിലൊക്കെ ഉള്ളി കയറ്റിട്ട് ആ ലോറി ഇടിച്ച് ചത്തിക്കണ്. നമുക്ക് ഒന്നുകൂടി അതിൻ്റെ ഉള്ളിൽ പോയോക്കാം. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പോയോക്കാം. വീടല്ല, ഒരു കോട്ടയാണത്. നമ്മുടെ തന്നെ ഒരു ബെഡനെടുത്ത് കത്തിച്ച് മാസമായിട്ട് വരുമ്പോൾ അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് ടെലിപ്പോർട്ടായി. കയറിക്കോ. പോണ്. നമ്മൾ ഒരു ബെഡനെ കാണല്ല. ഓനിവിടെ കത്തിക്കട്ടിക്കല്ലേ, കത്തി കഴിഞ്ഞിട്ടില്ല ഇതുവരെ. നമുക്കിങ്ങനെ നമ്മുടെ എല്ലാ ബെഡന്മാരെടുത്ത് കത്തിക്കാൻ പറ്റുമോ? വേണ്ട, എന്തായാലും ഒരാൾ പോയല്ലോ, അത് മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോട്ട. കണ്ട, ഒരു റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ചു, സെറ്റപ്പാണ്. ഇവിടെ വഴിയൊക്കെ ഉണ്ട്. ഇതെന്താ? ഇവിടുത്തെ ഒന്നും നമുക്ക് എടുത്തിട്ട് വേറെ അങ്ങോട്ട് പോകാൻ പറ്റൂലല്ലേ? ഇവിടെ എന്തിനും ഇങ്ങനെ ഒരു റൂം? ഓക്കെ, ഇവിടുന്ന് നമ്മൾ എൻട്രി ആയി തോന്നുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ തെറിച്ചിട്ട് നേരെ അങ്ങോട്ട് വന്ന് വീണ്. അതാണ് സംഭവം. അതവിടെ എന്തൊരു സാധനം? അത് എടുക്കേണ്ടതാ. എടുക്ക്. അത് നമ്മളെടുത്ത്. ഓക്കെ, ഓൾറെഡി ഞാൻ 3 കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം കളിച്ചപ്പോൾ. നമുക്കൊരു കാര്യം, നമ്മുടെ എല്ലാ ബെഡന്മാരും നമുക്ക് തന്നെ അടിച്ചിട്ട് പോയി പോക്കണ്ട. പോണ്. ഇതാണ് തോന്നുന്നു നമ്മൾ ജിമ്മിനായിട്ടുള്ള ഗുണം. നമ്മളെല്ലാത്തിനും അടിച്ചിട്ട് പറപ്പിക്കാം. പോണ്. എന്തൊരു സന്തോഷം. ഒരു കാര്യം, നമുക്ക് ഓവർ വേൾഡിൽ പോവാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാരാണ് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് തരുന്നേ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ഇവനെ പിടിക്കാം. എനിക്ക് കൊടി കുത്തൽ കുറച്ച് കൂടുതലല്ലേ? ഇടുവാ. നമുക്കേ ഇവനെ മറ്റേ സ്ലൈഡിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവനെ സ്ലൈഡിൽ കൂടെ കണ്ട് വിടുക. അവിടെയാണ് സ്ലൈഡ്. നമുക്ക് അങ്ങോട്ട് പോവാം. രക്ഷപ്പെട്ടാ. ഇവനെ പിടിക്കാം. ഇടുവാ. വായോ. ഇത് നമുക്ക് ഇവനുണ്ട് ഒഴുക്കി വിടാം. എന്നിട്ട് പോട്ടെ. ഒയ്ക്കോ, ഓനിപ്പോ പൂട്ടാ. പോണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മൾ എന്തായാലും ഇവിടെ വെച്ചോ. അതിൻ്റെ പക്കം പോണി. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സാണ്. കാണുന്ന എല്ലാവർക്കും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ കാണുന്ന എല്ലാവരും ഫുള്ള് കാണുക. ഇനിയിപ്പോൾ ലാസ്റ്റ് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് വലിയ കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുക. ഇസ്മി ഫിസാൻ സൈനിങ് കൊടുക്കുക ഗൈസ്. എല്ലാവർക്കും ബൈ. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ അടുത്ത പാർട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി ശരിക്കും ബൈ.